ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തേഴ്സ്ഡേ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ രാവിലെ തന്നെ ആമി സ്കൂളിലൊക്കെ പോയതിന് ശേഷം ഞങ്ങൾ ക്ഷേത്രത്തിലേക്കൊന്ന് പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാ വ്യാഴാഴ്ചയും ഇതുപോലെ ഞാനും ഹസ്ബൻഡും പോകാറുണ്ട്. അടുത്ത് തന്നെയുള്ളൊരു ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഇവിടെ ചെന്നൈയിൽ ഞങ്ങൾ താമസിക്കുന്നതിന് കുറച്ച് അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തേഴ്സ്ഡേ ഞങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്ന ദിവസങ്ങളിലാണ് വെജിറ്റബിൾസ് മേടിക്കാറുള്ളത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മാർക്കറ്റ്. അപ്പോൾ ഈ ക്ഷേത്രവും ഈ മാർക്കറ്റും ഒക്കെ അടുത്തടുത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ സാധാരണ ഇങ്ങനെ വെജിറ്റബിൾസ് മേടിച്ചുകൊണ്ട് വന്നാൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രമാണ് ഫ്രിഡ്ജിലേക്ക് വെക്കാറുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും എനിക്ക് സമയമില്ല. അതുമാത്രമല്ല നമ്മുടെ സിപ്പ് ലോക്ക് കവറുകളെല്ലാം കഴുകാനായിട്ട് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനടുത്ത് എന്തായാലും കഴുകാതെ തന്നെ ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ വെച്ചേക്കാം. സിപ്പ് ലോക്ക് കവറുകളൊക്കെ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം പിന്നീട് ഈ വെജിറ്റബിൾസൊക്കെ എടുത്ത് കഴുകാമെന്ന് വിചാരിച്ചു. പിന്നെ എന്തായാലും അതുവരെ നമുക്ക് പുറത്തിട്ടേക്കാനും പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജിലേക്ക് കയറ്റിയത് വെജിറ്റബിൾസൊക്കെ. പിന്നെ തേങ്ങയും ഇതുപോലെ സവാളയും പൊട്ടറ്റയൊക്കെ ഞാൻ ഈ ഒരു ചെറിയൊരു ഇതിലാണ് വെക്കുന്നത്. അപ്പോൾ തേങ്ങ വെക്കുമ്പോഴത്തേനും കണ്ണുള്ള ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാൾ കേടാകാതിരിക്കും. പിന്നെ ഇത് പച്ച കളറിലുള്ള മസ്ക് മെലോണാണ്. ഇപ്പോൾ ഞങ്ങളിത് ഫസ്റ്റ് ടൈമാണ് മേടിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഷോപ്പിലൊക്കെ ജ്യൂസ് കടകളിലൊക്കെ ഈ ഒരു ഗ്രീൻ കളറിലുള്ളതാണ് നമുക്ക് ജ്യൂസ് അടിച്ച് തരുന്നത്. മറ്റേ നമ്മുടെ യെല്ലോ കളറിനേക്കാളും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആ ഒരു യെല്ലോ കളറിലുള്ള മസ്ക് മെലോൺ ഷമാമ് നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. സെയിം അതുപോലെ തന്നെയാണ്. പാലിലൊന്നും അല്ല ചെയ്തിട്ടുണ്ടായിരുന്നു, ഷേക്ക് പോലെയല്ല ചെയ്യുന്നത്, ജ്യൂസാണ്. അപ്പോൾ നന്നാരി സർബത്ത് ഇതുപോലെ ഇതിലേക്ക് ഒഴിച്ചു. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. നമ്മളിപ്പോൾ ഷുഗർ ഇടേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഷുഗറിന് പകരമാണ് നമ്മൾ നന്നാരി സർബത്ത് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചൂട് സമയത്ത് നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ജ്യൂസ് ഡെയിലി കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ അതിന് ശേഷം ഇതുപോലെ തുണികളൊക്കെ മടക്കി വയ്ക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മടക്കി വെച്ചു. സാധാരണ ഞാൻ രാവിലെ തന്നെയാണ് ബെഡെല്ലാം ക്ലീൻ ചെയ്ത് ഒന്ന് സെറ്റാക്കി ഇടാറുള്ളത്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ക്ഷേത്രത്തിൽ പോയിരുന്നല്ലോ, അതുകൊണ്ട് സമയം കിട്ടാത്തത് കൊണ്ട് പിന്നീടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ബെഡ്ഷീറ്റ് കഴുകാനുള്ളതൊക്കെ എടുത്ത് മാറ്റി ബാക്കിയുള്ള തുണികളും എല്ലാം കൊണ്ടുപോയി മെഷീനിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ബെഡ് ഒന്ന് നന്നായിട്ട് വിരിച്ച് നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ ബെഡ്ഷീറ്റ് ആഴ്ചയിൽ 2-3 തവണ ഇങ്ങനെ മാറ്റുന്നൊരു സ്വഭാവമുണ്ട്. അപ്പോൾ നല്ലതായിരിക്കും നമ്മുടെ വീട് കാണാനും ഒക്കെ. ബെഡ്റൂമും കാണാനായിട്ട് നല്ല നീറ്റായിരിക്കും. പിന്നെ അതിനുശേഷം പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. രാവിലത്തെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതിൻ്റെയും ലഞ്ച് ഉണ്ടാക്കിയതിൻ്റെയൊക്കെ. അപ്പോൾ രാവിലെ ഈ കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് പാത്രം കഴിക്കാനുള്ള സമയം കിട്ടിയില്ല. പെട്ടെന്ന് തന്നെ ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോവാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ വന്നതിന് ശേഷം കഴുകാമെന്ന് ഓർത്തു. ഏറ്റവും മെനക്കെട്ടുള്ളൊരു പണിയാണത്. മാത്രമല്ല ഇപ്പോൾ ചൂടാണല്ലോ, അതുകൊണ്ട് തന്നെ കിച്ചണിൽ നിന്ന് ഒരു പണിയും ചെയ്യാനും പറ്റുന്നില്ല കേട്ടോ. ഭയങ്കര ചൂടാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജനലൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. കിച്ചണിലുള്ള ജനലാണിത്. അപ്പോൾ ഈ ഒരു വാഷിംഗ് മെഷീൻ്റെ ഭാഗത്താണ് ഇത് ഇരിക്കുന്നത്. ഒരുപാട് പൊടിയും അഴുക്കും മാറാലയൊക്കെ പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് തുടച്ചെടുത്തിട്ടുണ്ട്. ഒരു നനഞ്ഞ തുണി യൂസ് ചെയ്തിട്ട് തുടച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ വാഴയ്ക്ക ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഫ്രിഡ്ജിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് പോയത്. അപ്പോൾ രാവിലെ ആമിക്ക് സ്കൂളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാഴയ്ക്ക് ഇതുപോലെ നൈസായിട്ട് കട്ട് ചെയ്തിട്ട് മുളക് പൊടി, ഗരം മസാല, ഉപ്പ്, കുറച്ച് പുളി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത്തിരി ഡീപ്പ് ഫ്രൈ പോലെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം ലഞ്ച് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ആമിക്ക് സ്കൂളിൽ കൊടുത്തിടാൻ വേണ്ടിയിട്ട് പരിപ്പ് കറിയും ചീരത്തോരനും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടിയിട്ടുള്ളത് ഫ്രൈ ചെയ്തെടുത്ത് വാഴയ്ക്കാം. പിന്നെ നമ്മുടെ മാങ്ങ അച്ചാറുണ്ടായിരുന്നു. മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊന്ന് കണ്ടു നോക്കിയാൽ മതി. പിന്നെ ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്ന രസവും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കൂട്ടിയായിരുന്നു നമ്മുടെ ഇന്നത്തെ ലഞ്ച്. അതിനുശേഷം ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. പിന്നെ കുറച്ച് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ ഇപ്പോൾ അധികം അങ്ങനെ ഉച്ചയ്ക്ക് അങ്ങനെ കിടന്ന് ഉറങ്ങാറില്ല കേട്ടോ. മുന്നേയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറങ്ങും. ഇപ്പോൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ചിലപ്പോൾ സിനിമ കാണാം, അങ്ങനെയൊക്കെയാണ്. ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞാൻ ഇന്ന് ഹസ്ബൻഡിന് ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് ചപ്പാത്തിയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ ഉണ്ടാക്കി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഈസി ആയിരിക്കുമല്ലോ. അപ്പോൾ ഹസ്ബൻഡ് ഇപ്പോൾ 5 മണിക്കാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ അവർക്കിപ്പോൾ ഓഫീസിൽ വീക്ക്ലി 3 ഡേയ്സാണ് പോകേണ്ടത്. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിലാണ് പോയത്. അപ്പോൾ ബുധനാഴ്ച പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് പകരമായിട്ട് തേഴ്സ്ഡേ ആണ് പോയത്. അപ്പോൾ ചപ്പാത്തിക്ക് സൈഡ് ഡിഷായിട്ട് ഇന്ന് കൊണ്ടുപോകുന്നത് ബ്രൊക്കോളി മസാലയാണ്. അപ്പോൾ ബ്രൊക്കോളി ഞാൻ ഒരു ഗ്രേവി ആയിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ റെസിപ്പി കൂടെ ഒന്ന് ഷെയർ ചെയ്തേക്കാം. അപ്പോൾ ബ്രൊക്കോളി ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം ചെറിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. അതിനുശേഷം വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ബ്രൊക്കോളി ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് തിളപ്പിക്കേണ്ട കാര്യമില്ല. ഒരു തിളയൊക്കെ വന്ന് കഴിയുമ്പോഴത്തേനും നമുക്കിതൊന്ന് കോരി മാറ്റിയെടുക്കാം. എന്നിട്ട് നന്നായിട്ട് തണുത്ത വെള്ളത്തിലൊന്ന് കഴുകിയതിന് ശേഷം ഒന്ന് വാർത്ത് മാറ്റി വെച്ചേക്കുക. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ട് അതിലേക്ക് മുഴുവൻ ഗരം മസാലാസ് ഇട്ട് കൊടുത്തു. പെരുംജീരകം, പട്ട, ഏലക്ക, നല്ല ജീരകം, ഗ്രാമ്പു,
തക്കോലം, ബിരിയാണി ഇല, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു വലിയ സവാള ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തും കൂടി ചേർത്ത് കൊടുത്തു. സവാള പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ടാണ് വഴറ്റിയെടുത്തത്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒന്ന് അടച്ച് വയ്ക്കുമ്പോഴത്തേനും പെട്ടെന്നൊന്ന് വാടി കിട്ടും സവാള. അതിനുശേഷം നമ്മളിതിലേക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പെരിഞ്ജീരകം പൊടി, പിന്നെ കളറിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ തക്കാളി ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്ത് വെച്ചത്, നന്നായിട്ട് പഴുത്ത തക്കാളിയാണ്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് അടച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തക്കാളി മിക്സിയിലൊന്ന് അരച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. തക്കാളിയുടെ പച്ചമണമൊക്കെ പോയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഈ ഒരു ബ്രൊക്കോളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ ഗ്രേവി ലൂസാക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഉപ്പിട്ടിട്ടാണ് ബ്രൊക്കോളി വേവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് കണക്കാക്കിയിട്ടുള്ള ഉപ്പും നിങ്ങൾ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു സൈഡിൽ തന്നെ ചപ്പാത്തിയും കൂടി ആവുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ആമിക്ക് ആനുവൽ ഡേക്കുള്ള ഡാൻസ് പ്രോഗ്രാമിൻ്റെ പ്രാക്ടീസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് 4:30ക്കാണ് വരുന്നത്. അപ്പോൾ അവൾ വരുന്നതിന് മുന്നേ തന്നെ ഞാനിതൊക്കെ ചെയ്ത് വെക്കാമെന്ന് ഓർത്തു. മാത്രമല്ല രാത്രി ആകുമ്പോഴത്തേനും കിച്ചണിൽ കയറാനേ പറ്റത്തില്ല കേട്ടോ. ഭയങ്കര ചൂടാണ്. നമുക്ക് കിച്ചണിൽ കയറി ജോലി ചെയ്യുന്ന കാര്യം ആലോചിക്കുമ്പോഴേ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ദേഷ്യമാണ് വരുന്നത് എനിക്ക്. അപ്പോൾ പൊതുവേ വീട്ടമ്മമാർക്ക് അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളാണല്ലോ കൂടുതൽ സമയം കിച്ചണിൽ സ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ കൈയോടെ തന്നെ കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ സിങ്കും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പാത്രങ്ങളെല്ലാം കഴുകി റെഡിയാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് നൈറ്റ് ഡിന്നറൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിൽ കയറേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മളും ഈ ഒരു ചപ്പാത്തി തന്നെ ആയിരിക്കും കഴിക്കുന്നത്. ഹസ്ബൻഡിന് കൊണ്ടുപോകാനുള്ളതും കൊടുത്തു വിടും. പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചപ്പാത്തിയും എല്ലാം ഒരുമിച്ച് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ആമി സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്. പിന്നെ അവളുടെ കാര്യങ്ങളൊക്കെ നോക്കി ഞാനും പോയി കുളിച്ച് ഫ്രഷായി. അപ്പോൾ ഞാൻ മീഷോയിൽ നിന്ന് എടുത്തിട്ടുള്ള 2-3 പാഴ്സൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിലിടാൻ കണക്കിനുള്ള കുറച്ച് കുർത്തീസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ സൈഡിൽ സ്ക്രീനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു മോഡലുള്ള ബെൽറ്റ് ടൈപ്പിലുള്ള ഒരു ലോങ് ഗൗണും പിന്നെ ഈ 2 കുർത്തിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് 2 ക്രീപ്പ് മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ അധികം ചൂട് കൂടുതലാണ് ഈ ഒരു സമയത്ത്. ചൂട് സമയത്ത് ഇടാനും ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഞാനിങ്ങനത്തെ ഡ്രസ്സാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് മേടിച്ചാൽ മതി. നല്ല റിവ്യൂ ഒക്കെ കണ്ടിട്ടാണ് മേടിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് മുട്ടത്തോടുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടുവന്ന് ഒന്ന് നന്നായിട്ട് മിക്സിലൊന്ന് അടിച്ച് പൗഡറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ചെടികൾക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഈ ഒരു ചെറിയൊരു പാഴ്സൽ ബോക്സിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പൗഡർ. അപ്പോൾ മുട്ടത്തോട് ഇങ്ങനെ യൂസ് ചെയ്യുമ്പോഴത്തേനും നന്നായിട്ട് കഴുകിയതിന് ശേഷം വെയിലത്തിട്ട് ഉണക്കി എടുക്കുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആമിയെ ഒന്ന് ഹോംവർക്കൊക്കെ എഴുതിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആമിക്കിപ്പോൾ ക്ലാസ് നടക്കുവാണ്. നമ്മുടെ നാട്ടിലത്തെ പോലെ 2 മാസത്തെ വെക്കേഷനൊന്നും ഇല്ല ഇവർക്കിവിടെ. നമ്മുടെ ചെന്നൈയിൽ മെയ് മാസം മാത്രമാണ് വെക്കേഷൻ ഉള്ളത്. അപ്പോൾ ഏപ്രിൽ ലാസ്റ്റ് വരെയൊക്കെ ഇവർക്ക് ക്ലാസ് ഉണ്ട്. ഇപ്പോൾ ക്ലാസ് നടക്കുവാണ്. എക്സാമും ഒക്കെ കഴിയുമ്പോഴത്തേനും ഏപ്രിൽ ലാസ്റ്റ് ആവും. അങ്ങനെ ആമിയുടെ ഹോംവർക്ക്സ് ഒക്കെ എഴുതിപ്പിച്ചു. അതിനുശേഷം പിന്നീട് എനിക്കിനിപ്പോൾ വേറെ പണിയൊന്നുമില്ല. അപ്പോൾ അതിനുശേഷം ഞാൻ വിളക്കൊക്കെ ഒന്ന് കൊളുത്തിയിട്ടുണ്ട്. ഇതിനിടയിൽ ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട്. 5 മണിയായപ്പോഴത്തേനും പുള്ളി പോയായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.